പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഫസ്റ്റ് സെമസ്റ്റർ BBA വിദ്യാർത്ഥികളുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ് അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇതിലാകെ 4 മൊഡ്യൂളാണുള്ളത്. ആദ്യത്തെ മൊഡ്യൂളും രണ്ടാമത്തെ മൊഡ്യൂളും മൂന്നാമത്തെ മൊഡ്യൂളിനും 12 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ലാസ്റ്റ് മൊഡ്യൂളിന് 14 മാർക്കിന്. പക്ഷെ പരീക്ഷയ്ക്ക് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ഇതിൽ സീലിംഗ് ഒഴിച്ച് നമുക്ക് 60 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15 മാർക്കിനൊക്കെ എല്ലാ മൊഡ്യൂളിനും ഏകദേശം വരുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ഉള്ളൂ. 1.5 മണിക്കൂറാണ് പരീക്ഷ, 50 മാർക്കിനാണ് പരീക്ഷ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആദ്യം ശ്രദ്ധിക്കാം. ഒന്ന് ഫസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ എടുക്കുന്നത്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന നിലക്ക് പറയാണ്, ഇതിലെ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് മൊഡ്യൂളിന്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഒമ്നി ചാനൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വീഡിയോ മാർക്കറ്റിംഗ്, ലോങ് ഫോം കണ്ടന്റ്, സോഷ്യൽ മീഡിയ ഷോപ്പിംഗ്, പ്രോഗ്രസീവ് വെബ് പേജ്. ഇനി 6 മാർക്ക് ക്വസ്റ്റ്യൻ traditional marketing versus digital marketing, 7 C's and 5 A's of digital marketing, opportunities and challenges in digital marketing, ethical issues in digital marketing, types of digital marketing for businesses, digital marketing trends, influencer marketing and omni channel marketing, types of digital marketing tools. ഇനി എക്സാം ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിഗ്നിഫിക്കൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഓപ്പർച്യൂണിറ്റീസ്, ചലഞ്ചസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൊഡ്യൂൾ 2 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് 12 മാർക്സിന് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ഇതിന്റെ കൂടെ തന്നെ വാട്സപ്പ്, ടെലഗ്രാം പോലുള്ള ക്വസ്റ്റ്യനുകളും പ്രതീക്ഷിക്കാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, പെയ്ഡ് സോഷ്യൽ മീഡിയ അഡ്വർടൈസിംഗ്, സോഷ്യൽ കൊമേഴ്സ്. ഇനിയും 2 മാർക്സിന് ഇതിൽ കുറെ ടൈപ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. 6 മാർക്സിന് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ബെനിഫിറ്റ് ഓഫ് സോഷ്യൽ മീഡിയ, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. തേർഡ് മൊഡ്യൂൾ SEO ആൻഡ് സം എസെൻഷ്യൽ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഓക്കെ എന്നാണ് സം. SEO SEM ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ, ഗൂഗിൾ ആഡ്വേർഡ്സ്, കീവേഡ്, ടെക്നിക്കൽ SEO, ലോക്കൽ SEO, ഇ-കൊമേഴ്സ് SEO, മൊബൈൽ ഒപ്റ്റിമൈസേഷൻ, യൂസർ എക്സ്പീരിയൻസ്, ഷോർട്ട് ടെയിൽ കീവേഡ്, ലോങ് ടെയിൽ കീവേഡ്, ജിയോ ടാർഗറ്റഡ് കീവേഡ്, ട്രാൻസാക്ഷണൽ കീവേഡ്, ഗൂഗിൾ കീവേഡ് പ്ലാനർ, സെംബ്രഷ്, ബ്രോഡ് മാച്ച്, ഫ്രേസ് മാച്ച്, എക്സാക്ട് മാച്ച്, അഡോപ്ഷൻ. ഈ രീതിയിലാണ് ഞാൻ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത്. 6 മാർക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഓഫ് പേജ് ഒപ്റ്റിമൈസേഷൻ, കീ എലമെന്റ്സ് ഓഫ് സക്സസ്ഫുൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, സിമിലാരിറ്റീസ് ഓഫ് SEM ആൻഡ് SEO, ഡിഫറൻസ് ബിറ്റ്വീൻ SEM ആൻഡ് SEO, റോൾ ഓഫ് SEO ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, SEM, SEO ആൻഡ് SEM. ഓക്കെ, ഈ രീതിയിലായിരിക്കും തേർഡ് മൊഡ്യൂൾ. ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ 2 മാർക്സ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. ഇമെയിൽ മാർക്കറ്റിംഗ് ആണ് മൊഡ്യൂളിന്റെ പേര്. ഇമെയിൽസ്, ഇമെയിൽ മാർക്കറ്റിംഗ്, ഇൻബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്, ഔട്ട്ബൗണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ്, പേഴ്സണൽ ഇമെയിൽസ്, ബിസിനസ് ഇമെയിൽസ്, മാർക്കറ്റിംഗ് ഇമെയിൽസ്, ട്രാൻസാക്ഷണൽ ഇമെയിൽസ്, സ്പാം ഇമെയിൽസ്, ഫിഷിംഗ് ഇമെയിൽസ്, കസ്റ്റമർ സപ്പോർട്ട് ഇമെയിൽസ്, വെൽക്കം ഇമെയിൽസ്, പ്രൊമോഷണൽ ഇമെയിൽസ്, ന്യൂസ് ലെറ്റർ ഇമെയിൽസ്, ഇവന്റ് ഇൻവിറ്റേഷൻ ഇമെയിൽസ്, അബാൻഡന്റ് കാർട്ട് ഇമെയിൽസ്, ഓട്ടോമേഷൻ ഇമെയിൽസ്. 6 മാർക്സ് ടൈപ്സ് ഓഫ് ഇമെയിൽസ്, ഒബ്ജക്റ്റീവ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഇമെയിൽസ് മാർക്കറ്റിംഗ്, types of email marketing campaigning, inbound email marketing and outbound email marketing, automation in email marketing, types and objective benefit of email marketing. ഈ രീതിയിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ടൈപ്സ് ഓഫ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനിങ് ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയാണ് ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു.